യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിത പങ്കാളിയെ കാണാത്തവരെ, ഇനി എന്ന് കാണുമെന്നറിയാൻ പാടില്ലാത്തവരെ, കുടുംബത്തിന് അപ്പനും ഇല്ല, അപ്പൻ്റെ സാന്നിധ്യമില്ല, അമ്മയുടെ സാന്നിധ്യമില്ലാത്ത കാരണം പച്ച മലയാളത്തിൽ പഴയ ഭാഷയെ പറഞ്ഞാൽ പറന്തലായി പോയ കുടുംബങ്ങൾ എന്ന് വെച്ചാൽ അത്രയും കുത്തഴിഞ്ഞു പോയവർ. മക്കൾ അവരുടെ നിവാസങ്ങൾ, അവരുടെ വഴികൾ, പഠനവുമില്ല, പ്രാർത്ഥനയുമില്ല, അനുസരണയുമില്ല. ഇങ്ങനെ ആകപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല വിഷമിക്കുന്നവർ. അതിൻ്റെ പേരിൽ പ്രഷർ വന്നിട്ടുള്ള അമ്മമാരുണ്ട്, അതിനുവേണ്ടി ഒരു വലിവ് മാറാത്തവരുണ്ട്. അതുകൊണ്ട് നടുവേദന, ഇങ്ങനെ കുറേ സൈക്കോസൊമാറ്റിക് ഡിസീസസ്, മനസ്സ് തകർന്നിരിക്കണ കാരണം ശരീരത്തിന് രോഗം വിട്ടുമാറാത്തവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കയറിയവർ, അതിൻ്റെ പേരിൽ ക്രിയാറ്റിൻ വന്നവർ, ഇങ്ങനെ കുറേ രോഗികൾ. എല്ലാവരെയും നമുക്ക് ഈ നിമിഷം കർത്താവിനെ ഏൽപ്പിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജീവിതം തകർന്ന കാരണം, പരിപ്പണമായത് കാരണം, പ്രഷർ കയറി പല രോഗങ്ങളാൽ സമാധാനം ഇല്ലാത്തവര്, പ്രാർത്ഥിക്കാത്ത കുഞ്ഞുങ്ങളെ, പഠിക്കാത്ത കുഞ്ഞുങ്ങളെ, സ്വഭാവ ദൂഷ്യമുള്ള കുഞ്ഞുങ്ങളെ, ഈശോ പല ദുശീലങ്ങളിലെ അകപ്പെട്ട ഈശോ അങ്ങനെ വിശുദ്ധമായ രക്തത്താൽ ആ കുടുംബങ്ങളെ തളിക്കണമേ. യേശുനാമത്തിലെ സമാധാനം ലഭിക്കട്ടെ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാം ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാം ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇവിടെ ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതെല്ലാം നമുക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഈശോ അപ്പോസ്തലന്മാരെ ആശീർവദിച്ച് വിട്ടിട്ട് ഓരോ കുടുംബങ്ങളിലേക്കാണ് വിടുന്നത്. അതിലെന്നാ ഈശോ അവരോട് പറയണത്? നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. അപ്പോഴേ അതിൻ്റെ അർത്ഥം ഇതാ മക്കളെ, നമ്മൾ സമാധാനം ഒരു വിഷയമാണല്ലേ. അമ്മായി അമ്മ മക്കളും തമ്മിൽ വഴക്കുള്ളവരുണ്ട്, മക്കളും തമ്മിൽ വഴക്കുള്ളവരുണ്ട്, അയൽവാസികളും തമ്മിൽ വഴക്കുള്ളവരുണ്ട്, ജോലി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പാര വെക്കുന്നവർ, സൂചി വെക്കുന്നവരുണ്ട്, നമ്മളെ അല്പം ഒന്ന് വളർന്നു കഴിഞ്ഞാൽ അസൂയയോടെ നമ്മളെ കള്ളക്കേസ് കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പിശാസിൻ്റെയും പാമ്പിൻ്റെയും സ്വഭാവം കാണിക്കണം ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ സമാധാനം ഉണ്ടാകും? അപ്പോൾ ഈ ലോകത്ത് പിശാസ് നിലനിൽക്കുന്ന കാരണം സമാധാനം മനുഷ്യന് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പിശാസിനെ വെന്നവൻ പറയണത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പോകണം, എന്നിട്ട് സമാധാനം ആശംസിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന വാക്കെന്താണെന്നറിയാവോ? അവർ സമാധാനം ആശംസിച്ച് തിരിച്ചു വരുമ്പോൾ ഈശോ ഒരു വാക്ക് പറയും. എന്താണ്? സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗ്ഗം നിബന്ധിക്കണത് ഞാൻ കണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാര്യം ഒരു കുടുംബത്തിൽ സമാധാനം കിട്ടാത്ത കാര്യം എന്താണ്? സാത്താൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഒന്നെങ്കിൽ കുശുമ്പായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അസൂയയായിട്ടുണ്ടാകും, അല്ലെങ്കിൽ പരദൂഷണമായിട്ടുണ്ടാകും. ഏതെങ്കിലും വിധത്തിൽ സാത്താൻ്റെ ഒരു അരൂപി അവിടെ ഉണ്ടാകും. അപ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുന്നത്. അപ്പോഴ് ഒരു കുടുംബത്തിന് സമാധാനം ആശംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്ന് സാത്താൻ്റെ ശക്തികളെ ശാസിച്ച് ബന്ധിക്കുക എന്നതിനർത്ഥം. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ അമ്മമാരുടെ മധ്യസ്ഥതയിലെ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുന്ന സാത്താൻ്റെ ശക്തികളെ ബന്ധിക്കാൻ പകരം ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നത കർത്താവ് നീ കൽപ്പിച്ചിട്ട് കർത്താവേ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കണം കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ നീ മഹത്വപ്പെടുത്ത കർത്താവേ. കർത്താവിന്റെ പൗരോഹിത്യ പരമാധികാരത്താൽ സഭയിലുള്ള അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ യേശു നാമത്തിലെ സമാധാനം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് സാത്താന്റെ ശക്തികളെ യേശു നാമത്തിൽ എത്തിക്കുന്ന ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ,
കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, മുട്ടേന്ന് നീക്കുക. നിങ്ങൾ ലോകത്തെ ഏത് ഭാഗത്തായാലും ഇപ്പോൾ മുട്ടേന്ന് നീക്കണം. ആശീർവാദത്തിൻ്റെ സമയമാണ്. കൈ നെഞ്ചിൽ ചാർത്തി ചേർത്ത് ശിരസ് നമിച്ച്, കർത്താവ് ഈ നിമിഷം, നീ ഓസ്ട്രേലിയ ആയാലും നീ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിലായാലും ഈ നിമിഷം കർത്താവ് നീ ആശീർവദിക്കപ്പെടുന്ന സമയമാണ്. നിൻ്റെ സങ്കടങ്ങൾ, കണ്ണുനീര് കർത്താവിനെ ഏൽപ്പിക്കുക. ഇപ്പോഴേ കർത്താവ് ഈ ആശീർവാദം കഴിയുമ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കൃപാസന അമ്മയുടെ അടുത്തു നിന്നാണ്, മധ്യസ്ഥതയിൽ നിന്നാണ് ഈ ആശീർവാദം എനിക്ക് ലഭിക്കണമെന്ന് നീ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ശിരസ് നമിച്ച് നിൻ്റെ സങ്കടങ്ങൾ ഓർത്ത്, അച്ഛൻ ഏതെങ്കിലും വിഷയം നിൻ്റെ വിട്ടുപോയിട്ട് ദൈവവേദന വിഷമിക്കരുത്. നീ അതിപ്പോൾ ഈശോനെ ഏൽപ്പിക്കുക. ഓൺലൈൻ ഉടമ്പടി ഇനിയും ചെയ്യാത്തവരെ എത്രയും വേഗം ചെയ്യാൻ വേണ്ടി കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. കൃപാസനം marianshrine.com പ്രവേശിക്കുക. എല്ലാ ദിവസവും 5 മണിക്ക് മാതാവിൻ്റെ വണക്കമാസം നടത്തുകയാണ്. 5 മണിക്ക് ഇന്ന് വീണ്ടും ഈ ചാനലിൽ പരിശുദ്ധമ്മയുടെ വണക്കമാസം 1.5 മണിക്കൂർ സമ്പൂർണ്ണമായ പുരാതനമായ വണക്കമാസമാണ് നമ്മൾ നടത്തുന്നത്. അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് ഉടമ്പടി ധ്യാനം എല്ലാ തിങ്കളാഴ്ചയും 11:30 മണിക്ക്. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കുക സന്തോഷത്തോടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. യേശുവേ ആരാധന, യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ മരിയ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ കൃപ ലഭിച്ചതിന് കോടാനുകോടി നന്ദി അമ്മയോടും തിരുക്കുമാരനോടും അറിയുന്നു. എൻ്റെ പേര് അനാമിക. ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 8-ാം തീയതി 2024 എൻ്റെ അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ അന്ന് വരുന്നത് 2019 മെയ് 3-ാം തീയതിയാണ്. ഞങ്ങൾ കൃപാസനത്തെ പറ്റിയിട്ട് അറിയുന്നത് യൂട്യൂബിലൂടെയാണ്. ഞാനന്ന് 10th പഠിക്കുന്നത്. ആ സമയത്ത് എനിക്ക് ശക്തമായിട്ട് ശ്വാസം മുട്ടലും അതുപോലെ തന്നെ ബാർത്തോലിൻ സിസ്റ്റം എന്നുള്ള രോഗവും പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ബോർഡ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പുറം വേദനയും ശ്വാസം മുട്ടലുമായിരുന്നു. അങ്ങനെയായിരുന്നു യൂട്യൂബിലൂടെ കുറേ അച്ഛന്മാരുടെ ടോക്കുകളും കാര്യങ്ങളും കേൾക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ വീഡിയോസ് സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഫീഡിൽ വരുമായിരുന്നു. അങ്ങനെ കൃപാസനം സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കൂടി എൻ്റെ പുറം വേദന നല്ല രീതിയിൽ കുറഞ്ഞു.
എൻ്റെ ശ്വാസമുട്ടലും കുറഞ്ഞു തുടങ്ങി. അപ്പം കൃപാസനത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു. ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹിച്ചു. അതിനു മുന്നേ പത്രങ്ങളും കാര്യങ്ങളും കിട്ടുമായിരുന്നു, വായിക്കുമായിരുന്നു. എന്നിട്ട് വായിച്ചിട്ട് മാറ്റി വെക്കും. എന്നാൽ ഉടമ്പടി എന്താണെന്നോ കൃപാസനം എവിടെയാണെന്നോ ഒന്നും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പം എനിക്ക് ഈ ശ്വാസമുട്ടലും പുറംവേദനയും കൂടിയ സമയത്താണ് ഇവിടെ വന്നു അമ്മ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഉടമ്പടി എടുത്ത് പിന്നീട് എനിക്ക് പുറംവേദന ഉണ്ടായിട്ടില്ല. ആ സമയത്ത് എനിക്ക് ബാർത്തോലിൻ സിസ്റ്റ് എന്നുള്ളൊരു രോഗം ഉണ്ടായിരുന്നു. നമ്മുടെ വജൈനൽ ഏരിയയിൽ ബാർത്തോലിൻ ഗ്ലാൻഡിന് ഇൻഫെക്ഷനായിട്ട് സിസ്റ്റ് ഫോം ചെയ്യും. ഭയങ്കര വേദനയാണ്. വന്നു കഴിഞ്ഞൊരു 3-4 ദിവസം നമുക്ക് ഇരിക്കാനോ നടക്കാനോ ഒന്ന് കിടക്കാൻ പോലും പറ്റാത്തത്ര വേദനയാണ്. അപ്പം ഒരു 2-3 വട്ടം സർജിക്കലി ഇത് റൂൾ ഔട്ട് ചെയ്തു. അപ്പം റെക്കറിങ് ആയിട്ട് വരുന്നതുകൊണ്ട് കുറേ ഡോക്ടേഴ്സിനെ മാറി കാണിച്ച ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് ഇത് സർജറി ചെയ്ത് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാതെ ഈ ഒരു അസുഖം ഒരിക്കലും മാറില്ലെന്നാണ്. എന്നാൽ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എനിക്കിതുവരെ അത് വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് അമ്മയുടെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ MBBS അഡ്മിഷനായിരുന്നു. എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു ഡോക്ടർ ആകണമെന്നുള്ളത്. അങ്ങനെ അന്ന് തൊട്ട് പിന്നീടുള്ള നിയോഗം എൻ്റെ MBBS അഡ്മിഷനായിരുന്നു. ഞാൻ +2 കഴിഞ്ഞു. നീറ്റ് ക്രാഷിന് ജോയിൻ ചെയ്തു. ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു. സാധാരണ 1.5 മാസമൊക്കെ ഉള്ള ക്രാഷ് ഏകദേശം 6 മാസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ എക്സാം എഴുതി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ആ ടൈമിൽ തന്നെ ഞാൻ ജസ്റ്റ് കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയറിങ്ങിന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. മെറിറ്റിൽ ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള സ്കോർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ LBSനും ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള സ്കോർ എനിക്കുണ്ടായിരുന്നു നഴ്സിങ്ങിന് വേണ്ടിയിട്ട്. അതിൻ്റെ അലോട്ട്മെൻറ്റും വന്നതാണ്. ലാസ്റ്റ് എനിക്ക് താല്പര്യമില്ലാതെ 1 വർഷം കളയാൻ എനിക്ക് റിപ്പീറ്റിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ നഴ്സിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അലോട്ട്മെൻറ്റും വന്നു. പൈസ അടയ്ക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. ഞാൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി എൻട്രൻസിന് റിപ്പീറ്റിന് ജോയിൻ ചെയ്തു. ആ ടൈം കോവിഡ് ടൈം ആയതുകൊണ്ട് ഓൺലൈനായിട്ടായിരുന്നു ഞാൻ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്തത്. അങ്ങനെ എക്സാമിൻ്റെ ടൈമായി. ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. അന്ന് അച്ഛൻ എന്തെങ്കിലും മെസ്സേജ് തരണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ആദ്യം അച്ഛനൊന്നും പറഞ്ഞില്ല. ഞാൻ തിരിച്ചു പോയി. അച്ഛൻ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വന്ന് സാക്ഷ്യം പറയണം, അൾത്താരയിൽ സാക്ഷ്യം പറയണം, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എൻട്രൻസ് കിട്ടിയില്ല. ആ വർഷം ഞാൻ വേറെ ഒന്നിനും അപ്ലൈ ചെയ്തിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെയുള്ളൊരു ഓപ്ഷൻ ഡിഗ്രി മാത്രമായിരുന്നു. ഡിഗ്രി കോവിഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസം തന്നെ അലോട്ട്മെൻറ്റ് വന്നു. BSc ഫിസിക്സിന് ഞാൻ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ആ ടൈമിൽ MBBS അഡ്മിഷന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 12 എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ആ സെപ്റ്റംബർ 12 ഞാൻ ഡിഗ്രി BSc ഫിസിക്സിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്ത ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം മാതാവിൻ്റെ നിയോഗം എന്നാൽ ഇതായിരിക്കും. എന്നാലും ഞാൻ നീറ്റിന് എല്ലാ അലോട്ട്മെൻറ്റിനും കൊടുത്തിരുന്നു. അങ്ങനെ പിന്നീട് കിട്ടിയില്ല. പിന്നെ പുറത്തു പോയി PG ചെയ്യാം, ഇപ്പം ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴായിരുന്നു ഞാൻ ജർമ്മനിയിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നത്. അങ്ങനെ ഞാൻ ഡിഗ്രി എന്തായാലും പഠിക്കാം, കൂടെ ജർമ്മൻ ലാംഗ്വേജും പഠിക്കാമെന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലോട്ട് കയറാറായപ്പോഴത്തേക്കും ഞാൻ ഓൺലൈനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. എൻ്റെ ഓൺലൈനായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. കൂടെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു തേർഡ് ഇയർ. വളരെ പെട്ടെന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജ് എല്ലാം പഠിച്ചെടുത്തു. എല്ലാവർക്കും അറിയാം വളരെ പാടുള്ളൊരു ലാംഗ്വേജാണ്. എന്നാൽ പോലും മാതാവിൻ്റെ കൃപയാൽ പെട്ടെന്ന് പഠിച്ചു. പെട്ടെന്ന് തന്നെ എക്സാം എഴുതി. മാതാവിൻ്റെ കൃപയാൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് മൊഡ്യൂൾസൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. എക്സാമിന് പോകുമ്പോഴും എല്ലാം മാതാവിൻ്റെ ഓരോരോ അടയാളങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ക്ലാസ്സിൽ എക്സാമിന് വരുന്ന ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഡ്രസ്സ് നമുക്ക് കൂടുതൽ ഇൻവിജിലേറ്റേഴ്സ് കാണും, ബ്ലൂ, ഗ്രീൻ കളർ. എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടിയ പാർട്ട്ണറിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ആഷ് കളർ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ എക്സാമിന് കയറിയിരുന്നത്. സ്പീക്കിങ്ങിന് മുന്നേ തൈലം നാവിൽ പുരട്ടുകയും അതുപോലെ തന്നെ ഞാൻ എക്സാം എഴുതേണ്ട സെൻറ്ററിൻ്റെ വെളിയിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും എല്ലാം നമ്മുടെ പരിശുദ്ധ ഉപ്പ് വിതറിയിട്ടുമാണ് ഞാൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രോസസ്സിങ്ങിന് കുറച്ച് ഡിലേ വന്നു.
എന്നിരുന്നാലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടത്തി തന്നാൽ ചിലപ്പം എനിക്ക് മാതാവിനോടുള്ള ബന്ധം കുറച്ച് അകന്നു പോകും, അതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് ഡിലേ തരുന്നതെന്ന് ആലോചിച്ചു. ചില കാര്യങ്ങൾ മാതാവ് എനിക്ക് പെട്ടെന്ന് നടത്തി തരും, ചിലത് പതുക്കെ ആയിരുന്നു. അത് മാതാവിനോട് നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് VFS ഡേറ്റ് കിട്ടി. അവിടെ ചെന്നപ്പോഴും ഞാൻ ഇതേ കണക്ക് എനിക്ക് വിസ അടിച്ച് കിട്ടും, സക്സസ് ആയിട്ട് കിട്ടുന്നതിനൊരു അടയാളം മാതാവിനോട് ചോദിച്ചു. അവിടെ ചെന്നപ്പം ഇതെനിക്ക് ഡ്രസ്സിൻ്റെ കളർ, എനിക്ക് കിട്ടുന്ന ഓഫീസർ, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന ഓഫീസർ ഇതിലേതെങ്കിലും മാതാവായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കളറായിരിക്കണം ഇടുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പം അവിടുത്തെ ഓഫീസേഴ്സിനെല്ലാം യൂണിഫോം ആയിരുന്നു. പിങ്ക് കളർ ഷർട്ടും ബ്ലാക്ക് കളർ പാൻസും ആയിരുന്നു എല്ലാവർക്കും. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് എണീക്കുന്നതിന് കുറച്ച് മുന്നേ ഞാൻ ആ ഓഫീസർ ഇങ്ങനെ ജസ്റ്റ് കൈ പൊക്കി എൻ്റെ നേരെ കാണിക്കുക, ഇങ്ങനെ പൊക്കി. അപ്പം ഞാൻ കാണുന്നത് ആ സാറിൻ്റെ കയ്യിൽ സിൽവർ ഗ്രേ കളർ സ്ട്രാപ്പുള്ള വാച്ചും അതിൻ്റെ ഡയൽ ഗ്രീൻ കളർ, അതിനകത്ത് ഏകദേശം 1 മണി സമയമാണ് കാണിക്കുന്നത്. ഈ 1 മണി സമയത്ത് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് റിസീവ് ചെയ്തു. അന്ന് അച്ഛൻ പറഞ്ഞ് സാക്ഷ്യം പറയണമെന്നുള്ളത് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്ത്, അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഞാനിപ്പോൾ ഉടമ്പടി എടുത്തു. അന്ന് അച്ഛൻ പറഞ്ഞ ആ വാക്ക് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 4 വർഷം കാത്തിരിക്കേണ്ടി വന്നു, അൾത്താരയിൽ സാക്ഷ്യം പറയണമെന്നുള്ളത്. എനിക്ക് വിസ ഡിസ്പാച്ചായി, പാസ്പോർട്ട് ഡിസ്പാച്ചായി എന്നുള്ള മെസ്സേജ് കിട്ടുന്നത് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. എനിക്ക് എന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാനും അമ്മയും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാറ്, ആ ടൈമിലെല്ലാം മെഴുകുതിരിയിൽ പൂക്കൾ, മെഴുകിൻ്റെ രൂപത്തിൽ മാതാവ് ഇങ്ങനെ അടർന്നു വീണ്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പം റോഡിൽ ഒരപ്പം ഇങ്ങനെ ഭിക്ഷ യാചിക്കുമായിരുന്നു. അപ്പം എന്നോട് ചോദിക്കുന്നില്ല, അവിടെ നിൽക്കുന്ന ആളോടൊക്കെ ചോദിച്ചു. അപ്പം എനിക്കാണെങ്കിൽ ബസ്സിന് പോകേണ്ടതുകൊണ്ട് ഞാനിങ്ങനെ വേഗത്തിൽ നടന്നു പോകുമായിരുന്നു. അപ്പം ഞാൻ ആൾക്ക് കൊണ്ട് പൈസ കൊടുത്തിട്ട് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് എൻ്റെ ബാഗ് തുറക്കുക, ഞാൻ ബസ്സിന് വേണ്ട പൈസ എടുക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പം എനിക്ക് മുല്ലപ്പൂവാണ് കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കണക്ക് തന്നെ ഇടയ്ക്ക് സുഗന്ധാഭിഷേകം, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്. കഴിഞ്ഞ 4 വർഷവും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത ആളാണ്. ഈ വർഷത്തെ ജപമാല റാലിയിൽ എന്നെ നിയോഗമായിരുന്നു ജർമ്മനിയിൽ പോകുന്നത്. എല്ലാം മാതാവിൻ്റെ കൃപയാൽ എനിക്ക് സാധിച്ചു തന്നു. എനിക്ക് 18 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ട് മാതാവ് അകറ്റി തന്നു. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, എനിക്കും അമ്മയ്ക്കും കൂടെ 5 കെട്ട് പത്രം കിട്ടും. ഞങ്ങൾ ഓരോ വീടുകൾ തോറും ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ എല്ലായിടവും കൊണ്ട് കൊടുക്കും. ഇപ്പം വീടുകൾ കൊണ്ട് കൊടുക്കുമ്പം ഇപ്പം ഈ ഒരു വട്ടം ഒരു ഏരിയയിലാണ് പോകുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകില്ല, അറിയാത്തവർ സ്ഥലത്തോട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. പിന്നെ മറ്റുള്ളവരോട് മാതാവിനെ പറ്റിയിട്ട് പറയും. ഡെയിലി വാട്സാപ്പിലും സ്റ്റാറ്റസ് ഷെയർ ചെയ്യും, ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, എന്നാലും വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും, മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടിരിക്കും. കാരുണ്യപ്രവർത്തി ചെയ്യുന്നത്, ഞാൻ പാലിയേറ്റീവിലെ ഹോം കെയർ വോളണ്ടിയറായിട്ട് പോകും. ആഴ്ച 1-2 ദിവസം പോവും. ഒരു ദിവസം പോകുമ്പോൾ തന്നെ നമ്മളൊരു 5-6 രോഗികളെ കാണും. പിന്നെ ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കും, ബ്ലഡിന് ആവശ്യമായിട്ട് വിളിക്കുന്നവരെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. കോളേജ് ടൈമിൽ തുടങ്ങിയതാണ് ഇതെല്ലാം. ഇപ്പോഴും മാതാവിന് വേണ്ടിയിട്ടും എല്ലാം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അനാഥാലയം സന്ദർശിക്കും. പൈസ ചോദിച്ചു വരുന്നവർക്ക് ഇതെല്ലാം ആവശ്യത്തിനനുസരിച്ച് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി, കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവിനോട് കൂടുതൽ അടുത്തു. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കാരുണ്യപ്രവർത്തികൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്, മുമ്പും ചെയ്യുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഈ ഡിസംബർ 9 ജർമ്മനിയിലോട്ട് പോകുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാറിനും യേശുവിനും മാതാവിനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറയുന്നു. എൻ്റെ പേര് മിനിമോൾ, ഇതെൻ്റെ ഹസ്ബൻഡ് രതികുമാർ. ഞാൻ വരുന്നത് ആലപ്പുഴ കുതിരപ്പന്തിയിൽ നിന്നാണ്. ഞാൻ 2022
ഏപ്രിൽ 30-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം എൻ്റെ ഹസ്ബൻഡിന് മദ്യപാനം മാറുവാനും കാലിൻ്റെ മുറിവ് ഉണങ്ങാനുമാണ് ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത്. 2017 ഡിസംബർ 20-ാം തീയതിയാണ് കാലിൻ്റെ തള്ളവിരൽ മുറിച്ചത്. ഷുഗർ കൂടി കാലിൻ്റെ തള്ളവിരൽ മുറിച്ചത്. ആ മുറിവ് ഇതുവരെയും ഉണങ്ങിയിട്ടില്ലായിരുന്നു. പണിക്ക് പോകുമ്പോഴും കാല് കെട്ടിവെച്ചുകൊണ്ടാണ് പണിക്ക് പോകുന്നത്. അത് മുറിവ് ഉണങ്ങിയിട്ടേ ഇല്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എന്നും രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കും. നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. മദ്യപാനം മാറുവാനും കാലിൻ്റെ മുറിവുണങ്ങാനും ഞാൻ എന്നും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ വർഷത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ കാലിൻ്റെ മുറിവ് നല്ലതുപോലെ ഉണക്കി തന്നു. മാതാവിനും യേശുവിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഉള്ള സാക്ഷ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ 35 വർഷത്തോളമായ മദ്യപാനം പൂർണ്ണമായി ഈ വർഷത്തിലാണ് അമ്മ എടുത്തു മാറ്റിയത്. ഞാൻ എന്നും അമ്മയോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റി തന്നാൽ മാത്രം മതിയെന്നായിരുന്നു ഞാൻ അമ്മയോട് വെച്ച നിയോഗവും. അമ്മ ഭർത്താവിന് ഈ കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ 2024 അമിതമായി മദ്യപിക്കുകയും വീട് അന്വേഷിക്കാതെ ഇരിക്കുകയും പുള്ളിക്കാരന് ഷുഗറുള്ളതാണ്, ആഹാരം പോലും കഴിക്കാതെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ മകളും ഒരുപാട് മുട്ടുമേ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിത്തരണേ, പൂർണ്ണമായി മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരനൊരു അസുഖം ഉണ്ടായി, പനി വന്ന് കാല് പഴുത്ത് വീണ്ടും ഹോസ്പിറ്റലിലായി. അങ്ങനെ ഡോക്ടർ എന്നെ വിളിച്ചേച്ചും പറഞ്ഞു പുള്ളിയുടെ നില ഗുരുതരമാണ്, കാര്യം കിഡ്നിക്കും ബാധിച്ചിട്ടുണ്ട്, ലിവറിനും കംപ്ലൈൻ്റാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യും, അത്രമേ ഡോക്ടർ എന്നോട് പറഞ്ഞുള്ളൂ, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് ഇത് കേട്ടതും ഞാൻ വെളിയിലോട്ട് പോയി പൊട്ടിക്കരയുവാണ്. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, ഒരാപത്തും വരെ ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവല്ലാതെ ഞങ്ങൾക്ക് ആരുമേ ഇല്ല, അതുകൊണ്ട് എൻ്റെ മാതാവ് അവനെ പൂർണ്ണമായി സുഖപ്പെടുത്തണം, ഞാൻ ഈ അൽത്താരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ നേർന്നു. അങ്ങനെ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങ് അഡ്മിറ്റാക്കി. അപ്പോഴും മരുന്നുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഡോക്ടർ എന്നെ വിളിച്ചും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഞങ്ങളെ അഡ്മിറ്റ് ആക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു തൊട്ടടുത്ത് കിടന്ന ചേച്ചി എൻ്റെ ഈ കൃപാസന പത്രം തന്നേച്ചും പറഞ്ഞു, മോളെ നീ ഇത് വെച്ച് നീ പ്രാർത്ഥിക്കുക, നിൻ്റെ ഭർത്താവിന് സുഖപ്പെടും, നീ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേച്ചി എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ആ അസുഖത്തിന് പൂർണ്ണമായി വിടുതല കൊടുത്ത് ഞങ്ങളെ കാത്തു രക്ഷിച്ചു ഇപ്പോഴും. പിന്നെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ വീണിട്ട് 1.5 വർഷത്തോളമായി. അപ്പോൾ എൻ്റെ കാലിന് നല്ല വേദനയുണ്ടായിരുന്നു. എനിക്ക് നടക്കുമ്പോൾ ഏന്തിയാണ് ഞാൻ നടക്കുന്നത്. ഒരുപാട് മരുന്നുകൾ കഴിച്ച്, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച്, ഹോമിയോ കഴിച്ച്, ആയുർവേദം കഴിച്ച്, ഇതെല്ലാം കഴിച്ചിട്ടും എനിക്ക് പരിപൂർണമായിട്ടും ഭേദപ്പെടുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ ഇച്ചിരി കുറവ് കിട്ടൂ. പിന്നെ എനിക്ക് കാല് കുത്തി നടക്കാൻ മേല. ആ ഒരവസ്ഥ ജോലിക്ക് പോകുമ്പോൾ 1/2 മണിക്കൂർ 1 മണിക്കൂർ നടന്നാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ജോലിക്ക് പോകുമ്പോൾ പിന്നെ വന്നു കഴിയുമ്പോഴും കാലിന് ഭയങ്കര വേദനയാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം തന്നെ ജോലി നിർത്തി, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 2 ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന്, എന്നിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ജോലി തരണമേന്ന്. ഇപ്പം എനിക്കൊരു ജോലി ഉണ്ടായിരുന്ന ആ ജോലി 2 മാസത്തിന് മുൻപ് ആ ജോലി നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെയാണ് ഞങ്ങൾ മുൻപോട്ട് പോയ 3-4 മാസം കൊണ്ട്. രോഗങ്ങൾ, പിന്നെ കടബാധ്യതകൾ, പിന്നെ സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കങ്ങളുണ്ടായി. കുഞ്ഞ് പഠിക്കാൻ പോയി, അവൾക്ക് 8 ലക്ഷം രൂപ വേണം പഠന കാര്യത്തിന്. അതിനും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ മേലാത്തൊരവസ്ഥയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് എന്നും പ്രാർത്ഥിക്കും, എന്നും ജപമാല ചെല്ലും. ജപമാല ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് യൂട്യൂബ് വഴി നോക്കിയാണ് ജപമാല പഠിച്ചത്. കുഞ്ഞും പഠന സ്ഥലത്ത് നിന്ന് അവളും പ്രാർത്ഥിക്കും മാതാവിനോട്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
ഉടമ്പടിയിൽ നിന്ന് ഉടമ്പടി തൈലവും പുരട്ടി ഞങ്ങൾ ഉപ്പും തേനും തൈലവും എല്ലാം പുരട്ടുകയും അങ്ങനെ ഞാൻ ഇവിടെ ഈ മാസം 8-ാം തീയതി ഇവിടെ വന്ന് ആരാധന സമയം ഞാനതിന് രാവിലെയാണ് ഇപ്പോൾ ആരാധന വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ 6:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ 7:30 ആയപ്പം ഞാൻ വന്നു. ഇവിടെ വന്ന് ഞാൻ ആരാധന സമയത്ത് അച്ഛൻ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിവിടെ എനിക്ക് നിൽക്കാനും മേല ഇരിക്കാനും മേലാത്ത അവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ സുഖപ്പെടുത്തണം, എൻ്റെ കാലിനെ സുഖപ്പെടുത്തണം. എൻ്റെ കാലിനെ സുഖപ്പെടുത്തി ഞാനിവിടെ സാക്ഷ്യം പറയുമ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാർ നിന്നെ കൂടുതലായി വിശ്വസിച്ചുകൊണ്ട് ഈ സന്നിധാനത്തിൽ അവർ വരും, അവർ നിന്നെ കൂടുതലായി വിശ്വസിക്കും. അതുകൊണ്ട് നീ ഒരു അടയാളം ചെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്, ഇനി ഞാൻ വരുന്നത് ഞാൻ സാക്ഷ്യം പറയാനായിരിക്കും, നീ എന്നെ സുഖപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് ഈ മാസം 9-ാം തീയതി ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് പോയി 2 ദിവസം പോലും ആയില്ല. അതിക്ക് മുമ്പ് എനിക്ക് നല്ലതുപോലെ കാലിന് വേദനയ്ക്ക് നല്ല സുഖം കിട്ടി നടക്കുമ്പോഴും ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടാണ് നടന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ വരണമേ, അതിനുള്ള സമയത്തെയും അതിനുള്ള ദിവസത്തെയും നീ ഒരുക്കി തരണമേന്നും ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഞാൻ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് എൻ്റെ കൂടെ വരണം, നമുക്ക് സാക്ഷ്യം പറയണം. ഞാൻ ജൂൺ മാസം 6-ാം തീയതി ഇവിടെ സാക്ഷ്യം പറയാൻ ഞാനും എൻ്റെ മോളും കൂടെ ഇവിടെ വന്നപ്പോൾ ഞാൻ സാക്ഷ്യ പേപ്പറിൽ എഴുതി കൊടുത്ത് അവർ വായിച്ച് കഴിഞ്ഞപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, അത് 2 സാക്ഷ്യം പറയിപ്പിക്കാം, മറ്റുള്ള സാക്ഷ്യം പറഞ്ഞതായിട്ട് ഒപ്പുവെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 സാക്ഷ്യത്തിൽ ഒന്ന് ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനും ഒന്ന് എൻ്റെ അനിയത്തിയുടെ രോഗസൗഖ്യത്തിൻ്റെയാണ്. അപ്പോൾ അനിയത്തിയെ കൊണ്ടുവന്ന് കഴിഞ്ഞ് പറയുക, ഇല്ല ഭർത്താവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് മാതാവ് ഒരുക്കി തന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് പത്രം വായിക്കും, 2 കെട്ടും 3 കെട്ടും പത്രമൊക്കെ വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും ഓരോ വീടുകളിലും കൊടുക്കും. അതേപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ഗ്രൂപ്പിൽ കൊടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെണ്ണിന് ഇതേപോലെ പത്രം കൊടുത്ത് തൈലമെല്ലാം കൊടുത്ത് ഞാൻ പറ്റി പ്രാർത്ഥിച്ച്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർക്ക് 6 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഇപ്പോൾ അവർക്കൊരു മാതാവ് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ച് അവർ ഈ അടുത്ത ആഴ്ചയിൽ ഇവിടെ വരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് സുഖമില്ലാത്ത ഒരു മകനും ഒരു അമ്മയ്ക്കും ഞാൻ എല്ലാ വ്യാഴാഴ്ചയും 2 നേരം കഴിക്കാനുള്ള ചോറ് കറികളുമായിട്ട് എല്ലാ വ്യാഴാഴ്ച അങ്ങനെ 8 മാസം കൊടുത്തപ്പോൾ അവരുടെ അമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ സഹോദരിയുടെ ഭർത്താവ് എന്നോട് വന്ന് പറഞ്ഞ്, ഇനി അവനായിട്ട് ചോറ് കൊടുക്കണ്ട, ഇനി ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചോറ് പൊതിയായിട്ട് കൊടുക്കുമായിരുന്നു. രോഗികളെ പോയി കാണും. എന്നോട് ആര് വന്ന് സങ്കടം പറയുന്നു അവർക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള സഹായങ്ങൾ ചെയ്യും. ഇന്ന് ഞാൻ അതേപോലെ തന്നെ സഹായം ചെയ്യും. അതേപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ പഠനകാര്യം, എൻ്റെ കുഞ്ഞ് മാതാവ് തന്ന കുഞ്ഞാണ്. അവളെ മാതാവിൻ്റെ നടയിലാണ് ഊട്ടിച്ചത്, മാതാവിൻ്റെ നടയിലാണ് അവളെ വിദ്യാരംഭം കുറിച്ചതും. അവൾ 10-ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചു അമ്മയുടെ അനുഗ്രഹത്താൽ. +2-ന് 88% മാർക്കുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ഇവിടെങ്ങും അവൾക്ക് കോളേജ് കിട്ടിയില്ല. കർണാടകയിലാണ് കുഞ്ഞിന് കോളേജ് കിട്ടിയത്. അതുകൊണ്ട് അവിടെയാണ് ഇപ്പം പഠിക്കുന്നത്. അവളും വന്ന് സാക്ഷ്യം പറയും. ഏപ്രിലായിരുന്നു 18 വയസ്സ് തികഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് കുഞ്ഞിനെ കൊണ്ട് ഉടമ്പടി എടുത്ത് 18 വയസ്സിലേക്ക് ഉടമ്പടി എടുപ്പിക്കുകയുള്ളെന്ന് പറഞ്ഞു. 18 വയസ്സിൽ തന്നെ കുഞ്ഞിനെയും കൊണ്ട് ഉടമ്പടി എടുത്താണ് കുഞ്ഞിനെ പഠിക്കാൻ വിട്ടത്. അങ്ങനെ ഒത്തിരി അനുഗ്രഹം എൻ്റെ മാതാവ് എൻ്റെ യേശു എനിക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉടമ്പടിയിലാണ്. അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ ഉടമ്പടി തന്നെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ യേശുവിനും എൻ്റെ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.